നമുക്ക് നേരെ ആലപ്പുഴയിലേക്കാണ്. ഇനി കണ്ണൂരിലെ പ്രശ്നങ്ങൾക്ക് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കണ്ണൂർ പോലെ തന്നെ CPM-ൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴ. കാരണം പുന്നപ്പുറവയലാറും രക്തസാക്ഷി മണ്ഡപവും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം. അതാണ് ഇച്ചിരി മുമ്പ് ഈ ലാൽ ഇസ്ലാം എന്ന് എഴുതിയത് അതുകൊണ്ട്. അതായത് ഈ SDPI-ക്കാർ CPM-നെ ഹൈജാക്ക് ചെയ്തേക്കുക. അവിടെ അമ്പലപ്പുഴയിലെ ഇപ്പോഴത്തെ MLA ഒക്കെ പഴയ SDPI-യുടെ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. CPM-കാർ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ തവണ എനിക്ക് തോന്നുന്നു മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി ഈ പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ. കാരണം BJP വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു ജില്ലയായിട്ട് ആലപ്പുഴ മാറിയിരിക്കുകയാണ്. അതാണ് ഈ CPM-നെ ഏറ്റവും കൂടുതൽ ഈ ഞെട്ടിപ്പിക്കുന്നത്. അതായത് BJP ആലപ്പുഴയിൽ നടത്തിയ മുന്നേറ്റം. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്ന അത് മാത്രവുമല്ല ഗൗതം, നേരത്തെ ലോക്സഭയിലൊക്കെ എല്ലാവരും തോറ്റു തുന്നം പാടിയപ്പോൾ ഈ ആലപ്പുഴയിൽ ആരിഫ് മാത്രം ജയിച്ചു കയറിയ ഇടം കൂടിയാണ് എന്നുള്ളതാണ്. ഒപ്പം രാഗി, വേറൊരു വിഷയം, ഈ ചെങ്ങന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 5ഓളം ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുകയാണ്. സന്ദീപ് വാചസ്പതിയെ പോലെ ഒരു തീപ്പൊരി ജില്ലാ പ്രസിഡന്റിനെയൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് BJP-ക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ മുന്നേറ്റം BJP ഒരു ഭാഗത്ത് നടത്തുമ്പോൾ CPM ആകെ പ്രതിരോധത്തിലാകുന്നുണ്ട്. അപ്പോൾ അവിടെ ചില നീക്കങ്ങൾ നടക്കുന്നത് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനുള്ളൊരു നീക്കം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സുധീഷ് ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. സുധീഷ്, ഈ കണ്ണൂരിലെ വിഷയമാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്തിരുന്നത്. ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വലിയ തലവേദനയായി CPM-ന് കണ്ണൂരിൽ മാറുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ നേരത്തെ ഞങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ SDPI-ക്കാർ കൂടുതലായി CPM ആയതും അതോടൊപ്പം തന്നെ BJP അവിടെ വലിയ തോതിൽ വളർച്ച കൈവരിക്കുന്നതുമൊക്കെ CPM-നെ അങ്കലാപ്പിലാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാലാണോ ഈ തോമസ് ഐസക്കിനെയും സുജാതയും പോലെ ഒരു സമയത്ത് പാർട്ടിയിൽ നിന്നൊന്ന് മാറി നിന്ന നേതാക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്? ഗൗതം, ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് CPM-ന് ആലപ്പുഴ ജില്ലയിലുണ്ടായത്. 2010 ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. ഇതിന് സമാനമായ സ്ഥിതി മുൻപുണ്ടായത് VS സർക്കാരിൻ്റെ ഭരണകാലത്ത് നടന്നതാണ്, ഈ 2010 തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഉണ്ടായ തിരിച്ചടി, അതിന് സമാനമായി ഇപ്പോൾ വീണ്ടും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അന്ന് VS തരംഗം കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ കേടില്ലാതെ ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ പോലും 2 സീറ്റിൻ്റെ മാത്രം വ്യത്യാസമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി VS ഇല്ല. അതോടൊപ്പം തന്നെ ഇത്തരം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ ഏറ്റവും ഇമേജുള്ള ഒരു നേതാവ് G സുധാകരനാണ്. അതിന് കഴിഞ്ഞാൽ തോമസ് ഐസക്കും ധനമന്ത്രിയൊക്കെ ആയിരുന്നു പേരെടുത്ത വ്യക്തിയാണ്. ഇവരൊന്നുമില്ലാതെ ആലപ്പുഴയിൽ മത്സരിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോലും പോകാനുള്ള ഒരു സാധ്യത, ആ ഒരു വിലയിരുത്തലിൽ തന്നെയാണ് G സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ളവരെ രംഗത്തിറക്കണം എന്ന ഒരു ചിന്ത സംസ്ഥാന നേതൃത്വത്തിനുണ്ടായത്. നമുക്കറിയാം, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും വലിയ അവഗണനയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും G സുധാകരൻ നേരിട്ടത്. വലിയ രീതിയിൽ തൊട്ടടുത്ത് നടക്കുന്ന പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുപ്പിക്കാതെ അവഗണിക്കുക, അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുക, ഇത് എല്ലാം നടന്ന് ഇരിക്കെ അത്തരം വലിയ രീതിയിലുള്ള ഇതിനെതിരെയുള്ള വെട്ടിത്തുറന്ന് പറച്ചിലുമായി G സുധാകരൻ രംഗത്തെത്തുകയൊക്കെ ചെയ്തതിന് ശേഷം MA ബേബി അടക്കമുള്ളവർ G സുധാകരനെ വന്ന് കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ചുമതലയിലേക്ക് G സുധാകരനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം G സുധാകരൻ മത്സരിക്കണമെന്ന വലിയ ഒരു വികാരം പല ഇടത് അനുകൂലികളും പ്രകടിപ്പിച്ച് രംഗത്തെത്തി. അപ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ വലിയ വിമർശനം നിലവിലെ സിറ്റിംഗ് MLA-മാർ നേരിടുന്നുണ്ട്. നിലവിൽ 6 മണ്ഡലങ്ങളിലാണ് ആലപ്പുഴ ജില്ലയിൽ CPM മത്സരിക്കുന്നത്. മൊത്തം 9 മണ്ഡലങ്ങളിലാണ് 9 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 6ഇടത്ത് CPM മത്സരിക്കുന്നു. ആ 6ഇടത്തും സിറ്റിംഗ് MLA CPM-ൻ്റേതുമാണ്. എന്നാൽ ഇതിൽ തന്നെ 3 പേർ ഇനിയും മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന ഒരു നിലയിലാണ് ഇപ്പോഴുള്ളത്. ആ ഒരു സാഹചര്യം മറികടക്കുക എന്ന ഒരു കാര്യമാണ് പാർട്ടി ആലോചിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന മാവേലിക്കരയും ചെങ്ങന്നൂരും പോലും ശക്തരായ എതിരാളികൾ വന്നാൽ പ്രതിരോധത്തിലാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ചെങ്ങന്നൂരിൽ 10 പഞ്ചായത്തും ഒരു നഗരസഭയുമാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ളത്. ഇതിൽ 5 പഞ്ചായത്തുകൾ ഇപ്പോൾ BJP ഭരിക്കുന്നു, 4 BJP മുഖ്യ പ്രതിപക്ഷമാകുന്നു. നഗരസഭയിലും മുഖ്യ പ്രതിപക്ഷമായി BJP തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നഗരസഭയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, CPM-നും നഗരസഭയിലും ഭരണമില്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിരോധ അവസ്ഥയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള CPM-ൻ്റെ ഏക മന്ത്രിയായ CPM-നെ ആലപ്പുഴയിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സജി ചെറിയാൻ്റെ മണ്ഡലത്തിലെ പോലും അവസ്ഥ. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി സ്വരൂപിക്കാവുന്ന സ്ഥാനാർത്ഥികൾ എത്തിയാൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകും സജി ചെറിയാൻ്റെ പ്രതീക്ഷകളെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത്തരമൊരു
ഘട്ടത്തിൽ മൊത്തത്തിൽ ഒരു ഉണർവേകാൻ ജി സുധാകരനെ പോലെയുള്ളവർ വന്നാൽ സാധിക്കും. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലങ്ങളിലെ സിറ്റിംഗ് MLA-മാർ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന ഭീതി പാർട്ടിയെ വല്ലാതെ വലയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നോക്കാം, ജി സുധാകരനെയാണോ അല്ലെ തോമസ് ഐസക്കിനെയാണോ അതല്ല ഗൗതം സൂചിപ്പിച്ചതുപോലെ സുജാതയാണോ, ആരെയാണ് അവർ ഇറക്കി നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്.